വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. എങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ രണ്ടാം ചികിത്സാ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അതിരപ്പള്ളിയിൽ നിന്ന് മയക്കുവെടി വെച്ച് കോടനാടെത്തിച്ച് കൊമ്പന് ചികിത്സ ആരംഭിച്ചിരുന്നു. ഡോക്ടർമാരുടെ പരിചരണവും നിരീക്ഷണവും തുടരുന്നതിനിടെ ഇന്ന് ഉച്ചയോടെ കൊമ്പൻ കൂട്ടിനകത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ അണുബാധയും കൂടിയിരുന്നു. ഹൃദയാഘാതമാണെന്ന പ്രാഥമിക നിഗമനമാണ് വനംവകുപ്പിന്റേത്. ഈ ആനയെക്കുറിച്ച് വനംവകുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വെറ്റിനറി ഡോക്ടർമാർ 30% സാധ്യമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാലും കഴിഞ്ഞ 2 ദിവസമായി മെച്ചപ്പെട്ടൊരു നിലയുണ്ടായപ്പോൾ രക്ഷിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 1.5-2 മണിക്കൂർ പോസ്റ്റ്മോർട്ടം എടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപത്തോളജിക്ക് അയക്കണം കൺഫർമേഷനായിട്ട്. കഴിഞ്ഞ ദിവസം കൊമ്പൻ ഭക്ഷണം കഴിച്ചതും മരുന്നുകളോട് പ്രതികരിച്ചതും നല്ല സൂചനകളായിരുന്നു. ചികിത്സയ്ക്കൊടുവിൽ കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ അതിരപ്പള്ളിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷകൾ അത്രയും പക്ഷേ ഇല്ലാതെയായി. തൃശൂർ മണ്ണൂത്തിയിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കോടനാട് അഭയാരണ്യത്തിൽ ആനയെ പാർപ്പിച്ച കൂടിന് സമീപത്ത് തന്നെ സംസ്കരിക്കും. പ്രതീക്ഷകളേറെ ഉണ്ടായിരുന്നു. അഭയാരണ്യത്തിലേക്ക് കൊമ്പനെ മയക്കുവെടി വെച്ച് കൊണ്ടുവരുമ്പോൾ ചികിത്സ പൂർത്തിയാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ പുറത്തേക്ക് വിടാമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ അതെല്ലാം പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് കൂടിനകത്ത് കൊമ്പൻ കുഴഞ്ഞു വീണത്. ഇനിയൊരു തിരിച്ചുവരവില്ലാതെ. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.